എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചപ്പാത്തിക്കും അതുപോലെ ചോറിനുമൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളപ്പയറാണ്. തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അടുത്ത ദിവസം നമുക്കിത് കറി വയ്ക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അത് വെന്ത് വരുന്ന സമയത്തേക്ക് ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി. ഇത്രയും ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും വറുത്ത പൊടിച്ച ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കളർ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ സവാള ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാമേ. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 2-3 പയർ അരിഞ്ഞതും കൂടെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളപ്പയർ വെച്ചിരിക്കുന്ന നേരം ഉപ്പിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. നല്ല ശ്രദ്ധിച്ച് മാത്രമേ ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാവൂ. സവാളയും പയറും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പയറിനകത്തും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴച്ചെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം ബാക്കി മസാലക്കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അന്നേരം മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഞാൻ ഈ ഒരു പയർ കറിക്ക് ഉപയോഗിക്കുന്നില്ല. മസാലക്കൂട്ടുകളൊന്ന് വഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ്. ഇനിയും തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിട്ടൊന്ന് അരച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. ഏതാണോ നിങ്ങൾക്കിഷ്ടം അങ്ങനെ എടുത്തോളൂ. തക്കാളിയും കൂടി ഇട്ട് ഒന്നിച്ചൊന്ന് വഴറ്റിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളം നല്ലതായി ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ചെടുത്തിരിക്കുന്ന പയറാണ്. 1.5 കപ്പ് പയറാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനിയും ഇത് നമുക്കൊരു 5 മിനിറ്റ് നേരം ചെറു തീയിൽ വെച്ച് മസാലക്കൂട്ടും പയറും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഞാനൊരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് ഒന്ന് ഉടച്ചെടുക്കുക. അത് കഴിഞ്ഞ ശേഷം മാത്രമേ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. ഞാനിപ്പം അതും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം ചെറുതീയിൽ തന്നെ 5 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അങ്ങനെ പയറ് ആ ഒരു മസാലക്കൂട്ടിൽ നല്ലതായി യോജിച്ച് വന്നിട്ടുണ്ട്. അടപ്പ് മാറ്റിയ ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. 1 തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള 1 തേങ്ങാപ്പാൽ തന്നെ 1/4 കപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയും തേങ്ങാപ്പാൽ വേണ്ടാന്നുള്ളവർക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിലും ഈ കറി ടേസ്റ്റ് തന്നെയാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഗ്രേവി ഒരുപാട് ലൂസായിട്ടിരിക്കുവാണെങ്കിൽ കുറച്ച് പയർ ഒന്ന് അരച്ചെടുത്ത് ചേർത്താൽ മതി. ഇതിൽ നിന്ന് തന്നെയുള്ള കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ പയർ എടുക്കുക. മിക്സിയുടെ ജാറിലിട്ട് നല്ലതായി ഒന്ന് അരച്ച ശേഷം ചേർത്ത് കൊടുക്കുക. അന്നേരം തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ കിട്ടും. ടേസ്റ്റുമായിരിക്കും. കാരണം ആ പയറും കൂടി അരച്ച് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പം എനിക്ക് നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു കറി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇനിയും പയറൊന്നും അരച്ച് ചേർക്കുന്നില്ല. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യണേ. ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കസൂരിമേത്തിയാണ്. 1 ടീസ്പൂൺ കസൂരിമേത്തി ചേർത്ത് കൊടുത്തോളൂ. ഉണങ്ങിയ ഉലുവയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്.
അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയർ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.